നീറി നീറി നിന്ന പകൽ ഒടുവിൽ പെയ്തൊഴിഞ്ഞു. മലയാളത്തിന്റെ മഹാത്ഭുതം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഓർമ്മത്താളുകളിൽ ഇടം പിടിച്ചു. മണ്ണിനെ മനുഷ്യനോട് ചേർത്ത പ്രിയപ്പെട്ട എംടിക്ക് വിട. ഒരു മനുഷ്യായുസ്സ് മുഴുവൻ മലയാളം എന്ന ഭാഷയെ ലോകത്തിന് പരിചയപ്പെടുത്തിയും ലോകത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തിയും മുന്നോട്ടു പോയ ജീവിതം. നടന്നും എഴുതിയും പറഞ്ഞും കാലം നീക്കിയ കോഴിക്കോടിന്റെ വീഥിയിലൂടെ അവസാന യാത്ര ഇനിയൊരു ശൂന്യതയാണ്. ബഷീർ, SK ഉറൂബ്, തിക്കൊടിയൻ, P ഭാസ്കരൻ അങ്ങനെ കോഴിക്കോടിനെ അക്ഷരത്തോട് ചേർത്ത് വെച്ച സംഘത്തിലെ അവസാനത്തെ കണ്ണിയാണ് പോയത്. ഇനി ഇങ്ങനെയൊരു പ്രതിഭ ഉണ്ടാകില്ലെന്ന ഉറപ്പാണ്. തിരുത്തിയും തിരുത്തിയും വീണ്ടും തിരുത്തിയാണ് MD അറിവിന്റെ ആഴത്തിലേക്കും പരപ്പിലേക്കും മലയാളിയെ കൊണ്ടുപോയത്. 7 പതിറ്റാണ്ട് തുടർന്ന എഴുത്തു ജീവിതത്തിൽ കലഹങ്ങൾ ഒന്നുമുണ്ടായില്ല. നൊമ്പരവും നൈർമല്യവും ഇഷ്ടവും അനിഷ്ടവും വാക്കുകളിലും വരികളിലും മാത്രം നിറഞ്ഞു നിന്നു. അസുരവിത്തെഴുതിയ MDയുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അസുരനുണ്ടായില്ല. പകരം നല്ല മഞ്ഞായിരുന്നു, മനസ്സിലും മാന്തളിരിലും. ചങ്ങമ്പുഴക്കാലത്തിന്റെ ഓർമ്മകളുള്ളവർക്ക് ഇനി പറയാം ഞാൻ MD കാലത്തിലും ജീവിച്ചുവെന്ന്. കാരണം അത്രമേൽ പ്രിയപ്പെട്ട വാക്കുകളും വരികളും മലയാളിക്ക് സമ്മാനിച്ചാണ് ആ സുഹൃതകാലം അവസാനിച്ചത്. അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലറിയാനാണ് എക്കാലവും അദ്ദേഹം ശ്രമിച്ചത്. അറിയാത്ത മഹാത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ അറിയുന്ന എൻ്റെ നിളയെയാണ് എനിക്കിഷ്ടമെന്ന MDയുടെ വാക്കുകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ ആഴം. ഇനി കുറെ ഓർമ്മകൾ മാത്രമല്ല ബാക്കി, സ്ഫടികം പോലെ തിളങ്ങുന്ന ആയുധത്തെക്കാൾ മൂർച്ചയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളുമുണ്ട്. ഒരു പുരുഷായസ് മുഴുവൻ കാച്ചിക്കുറുക്കി എഴുതി മലയാളിക്ക് സമ്മാനിച്ച വാക്കുകൾ. അതിനെ ചേർത്തു പിടിച്ച് ആ കാലത്തെ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. കടം ചോദിച്ച ഒരു സായാഹ്നവും ഇനി ബാക്കിയാകാതിരിക്കട്ടെ. വാക്കും വരികളും വാനിൽ അലിഞ്ഞു ചേരട്ടെ. പ്രിയപ്പെട്ട എഴുത്തുകാരാ, നന്ദി ആ നല്ല എഴുത്തുകൾക്ക്. KK പ്രസാദ്, അമൃത ന്യൂസ്, കോഴിക്കോട്.